യാത്ര സിനിമയുടെ രണ്ടാം ഭാഗം യാത്ര 2വിൻ്റെ ആദ്യ പ്രദർശനം അതിരാവിലെ തന്നെ ആരംഭിച്ചു. എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുൾ അല്ല. സ്റ്റഡി കളക്ഷൻ നിലനിർത്തിയും ചില തിയേറ്ററിൽ ഹൗസ്ഫുള്ളോടും തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ പകൽ ഷോകൾക്ക് വിരലിൽ എണ്ണാവുന്ന തിയേറ്ററുകൾ മാറ്റി നിർത്തിയാൽ വലിയ തിരക്കുകളൊന്നും ഇന്ന് ബുക്ക് മൈ ഷോ ആപ്പിൽ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾ വലിയ രീതിയിൽ തന്നെയാണ് ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം ചിത്രത്തിൻ്റെതായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടോ നിങ്ങൾ? ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ഇപ്പോൾ ഞാൻ എടുത്തതാണ്. 1.78K ടിക്കറ്റ്സുകളാണ് അവസാനത്തെ ഒരു മണിക്കൂറിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ചിത്രത്തിൻ്റെതായിട്ട് സോൾഡ് ഔട്ടായി പോയിരിക്കുന്നത്. ഇപ്പോഴാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ടിക്കറ്റ്സ് സോൾഡ് ഔട്ട് ആവുന്നതിൽ ബുക്ക് മൈ ഷോ ആപ്പിൽ ട്രെൻഡിങ്ങിൽ എത്തിയത്. ആദ്യ ഷോയുടെ പ്രദർശനം അവസാനിക്കുമ്പോൾ മികച്ച അഭിപ്രായം നേടാൻ സാധിച്ചാൽ വലിയ രീതിയിലുള്ള ബോക്സ് ഓഫീസ് വേട്ട നേടാൻ ചിത്രത്തിന് സാധിക്കും. യാത്ര 1 എന്ന ചിത്രത്തിന് വേൾഡ് വൈഡ് 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാനും സാധിച്ചൊരു മൂവിയായിരുന്നു. അതോടൊപ്പം തന്നെ YSR എന്ന കഥാപാത്രം അവിടുത്തെ ജനഹൃദയങ്ങളിൽ ചേക്കേറാനും ഈ ഒരു കഥാപാത്രത്തിലൂടെ മമ്മൂക്കക്ക് സാധിച്ചു. കേരളത്തിലെ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് യാത്ര 2 എന്ന് പറയുന്ന സിനിമ ഇവിടെ റിലീസ് ഇല്ലാത്തതിനാൽ ഒരു നിരാശയുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു സിനിമ കാണാൻ പറ്റില്ല എന്നുള്ളത്. അന്യഭാഷയിൽ ഒരു മമ്മൂക്ക സിനിമ വരുന്ന സമയത്ത് ഇവിടെ റിലീസ് ഇല്ലാത്തത് ഈ അടുത്ത കാലത്ത് ഇത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഏത് സിനിമ ഏത് ലാംഗ്വേജിൽ റിലീസാവുകയാണെങ്കിലും ഇവിടെയും കൂടെ റിലീസ് ആവാറുണ്ട്. ചിലപ്പോൾ യാത്ര 2 എന്ന ചിത്രത്തിൽ മമ്മൂക്ക ക്യാമിയോ റോൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഇവിടെ റിലീസ് ഒഴിവാക്കിയത്. ആദ്യ ഷോ കഴിഞ്ഞാൽ ചിത്രത്തിന് എന്ത് അഭിപ്രായമാണ് ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ. ആരൊക്കെ ഈ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ഇനി കാണാൻ വല്ല സാധ്യതയും ഉണ്ടോ, അവിടെ പോയി കാണുമോ ഹൈദരാബാദിൽ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, ബൈ.